ചാട് ചാട് പെട്ടി ചാടേ. പെട്ടി തന്നെ ചാടുവോ? ഒന്നും മനസ്സിലാവില്ല. അല്ല അനന്തു, പെട്ടി ചാടുക എന്ന് പറഞ്ഞാൽ പെട്ടി കളയാന്ന് അർത്ഥം. പെട്ടി കളയണോ? കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ടാവും. ഭാരം അധികം വേണ്ട, കുറയ്ക്കാനാ അയാൾ പറയണേ. അത്യാവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയിടോ. അപ്പോഴേ ഞാൻ சொன்னே ഇവളെല്ലാം പാക്ക് பண்ண വേണ്ടാന്ന്. കേട്ടളാവാ? അവിടെ പോലാമാ? പോലാം സാർ. പെട്ടിയൊക്കെ അവിടെ ഇരിക്കട്ടോ. താൻ വാ. பிரதர், பிளாஸ்டிக்லாம் ஏன் பிரதர் ஃபாரஸ்ட்டில் போடுறீங்க? ஓ அப்படியா? ப்ளீஸ் ஹெல்ப் மீ டு டேக் இட் அவுட். எடுங்க. ஓகே, வாங்க போகலாம். കുന്നിമണി കുന്നിറങ്ങി വന്നുവല്ലോ, മാമരങ്ങൾ പീലിയാടി നിന്നുവല്ലോ, കാത്തു നിന്നതാരേ വരവേൽക്കാൻ ആരെയോ. തെങ്ങോല തെന്നിയല്ലോ തെന്നലിലായി പൂവുണർന്നേ, തെന്നുകരാൻ തുമ്പി തുള്ളി മൂളിപ്പാട്ടും പാടി മെല്ലെ മെല്ലെ. Recently, I happened to Google Filippo's work. He seems to be an interesting guy. ഞാനും നോക്കിയിരുന്നു. ഡിസ്കവറി ചാനൽ കാണുന്ന പോലെ ആളൊരു സർവൈവലിസ്റ്റാ. സർവീസ് ലിസ്റ്റോ? I also follow his blog. ഞാൻ ഫിലിപ്പോസിന്റെ ചൈംസിന്റെ ഒക്കെ വലിയ ഫാനാണ്. Yeah. It makes me very peaceful. Even I have heard some of them. Recently, அவரோட composition ஒன்று கேட்டேன். Home Ved. It has all the elements of jungle. Sounded really interesting. And his dessert mix, it gives me lots of energy. അയ്യോ, അട്ടയാണെന്ന് തോന്നുന്നു. നിങ്ങൾ സ്വാമിയല്ലേ? നൂലൊന്നുമില്ല. വാട്ട്? നൂല്. ഐ ബിലീവ് ഇൻ സയൻസ്. ഓ, ഇതാരാ? മോന? എന്റെ നെഫ്യോ. നെഫ്യോ? അതാരാ? ചേച്ചിയുടെ മകനാ. അയ്യോ, അതിനെന്ത് പറ്റി? മോണ്ടു. ചേച്ചി എനിക്ക് തന്നിട്ട് പോയൊരു പ്രഷ്യസ് ഗിഫ്റ്റ്. മനസ്സ് തുറന്ന് എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച അവനാ. സുഖമില്ലാത്ത കുട്ടിയെ വളർത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ അവൻ്റെ അച്ഛൻ പോയി. 12 വർഷം കഴിഞ്ഞിട്ടും അവനൊരു കൈക്കുഞ്ഞിനെ പോലെയാണ്. എല്ലാത്തിനും ഞാൻ വേണം. പക്ഷേ ഒരു ദിവസം അവൻ്റെ അച്ഛൻ തിരിച്ചു വന്ന് അവനെ കൊണ്ടുപോകാൻ. I had to let him go.